യെരമ്യാവിൻ്റെ പുസ്തകം 4-ാം അധ്യായം 6-ഉം 7-ഉം. ആമേൻ. സക്കറിയാവ് ഒരു ദർശനം കാണുകയാണ്. സക്കറിയാവ് ദർശനം കണ്ട് സക്കറിയാവിന് അതായത് 7 വിളക്കുകൾ, അല്ലെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന 2 ഒലിവ് മരങ്ങൾ, ഒലിവ് കൊമ്പുകൾ, ഒലിവെണ്ണ ഒഴുകപ്പെടുന്നത്, വിളക്ക് കത്തി നിൽക്കുന്നത്, അങ്ങനെ ഒരു വലിയൊരു ദർശനം താൻ കാണുകയാണ്. അതൊന്നും മനസ്സിലാകുന്നില്ല തനിക്ക്. എന്നാൽ 16 വർഷങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന ആലയത്തിൻ്റെ പണി ഇതെങ്ങനെ നടക്കുമെന്ന് സാധ്യതകളൊന്നുമില്ലാതിരിക്കുമ്പോൾ, പർവ്വതം പോലെ അല്ലെങ്കിൽ പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ മുമ്പിലുണ്ട്. പ്രൈസ് ഗോഡ്, അല്ലെങ്കിൽ ഇത് നടക്കാൻ സാധ്യതകളൊന്നുമില്ല. പക്ഷേ ദൈവം തന്നോട് അരുളി ചെയ്യുകയാണ്, പ്രൈസ് ഗോഡ്, സാധ്യതകളൊന്നുമില്ലെങ്കിലും പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, സെരുബാബേലോട് പറയുകയാണ്, പ്രൈസ് ഗോഡ്, സൈന്യത്താലല്ല ശക്തിയാലല്ല യഹോവയുടെ ആത്മാവിനാൽ ഇത് സംഭവിക്കും. അതിന് സൈന്യത്തിൻ്റെ ശക്തിയുടെ ആവശ്യമില്ല. യഹോവയുടെ ആത്മാവിനാൽ ദൈവത്തിൻ്റെ പണി, ദൈവം ആലയത്തെ പണിയുമെന്നും ആലയത്തിൽ വിളക്ക് വെക്കുമെന്നും പ്രൈസ് ഗോഡ്, അവിടെ കത്തി ജ്വലിക്കുന്ന പ്രകാശിക്കുന്ന ഒരു വിളക്ക്, അല്ലെങ്കിൽ ഒരു ഒലിവെണ്ണ അല്ലെങ്കിൽ അവിടെ ഒഴുകി വന്നപ്പം, അവിടെ ഒരു ഒലിവെണ്ണ അവിടെ ഒഴുകി വരുമ്പം അത് അവിടുത്തെ ആലയത്തിലെ വിളക്ക് അത് കത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. എവിടെയാണോ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഒഴുക്കുണ്ടാകുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകുന്നത്, ഒലിവെണ്ണ നമുക്കറിയാം, അല്ലെങ്കിൽ പുരോഹിതന്മാരെ രാജാക്കന്മാരെയും ഒക്കെ അഭിഷേകം ചെയ്യുന്നത് ഹല്ലേലൂയ ഈ ഒലിവെണ്ണ കൊണ്ടാണ് അഭിഷേകം ചെയ്യുന്നത്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അവിടെ എണ്ണ ഒഴുകുമ്പം, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വരുമ്പം അവിടെ കത്തി ജ്വലിക്കുന്ന ഹല്ലേലൂയ അല്ലെങ്കിൽ വിളക്കുണ്ടാകും. പ്രൈസ് ഗോഡ്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് കത്തി ജ്വലിക്കുവാനാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നിറവുള്ള യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറഞ്ഞത് അവൻ കത്തി ജ്വലിക്കുന്ന വിളക്കായിരുന്നുവെന്ന് പറഞ്ഞത്. നമ്മെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്ന കത്തി ജ്വലിക്കുന്ന പ്രകാശങ്ങളായി, വിളക്കുകളായി. ഒരു ഒലിവെണ്ണ ഒഴുകപ്പെട്ടാൽ അവിടെ ഒരു 2 ഒലിവ് മരത്തെ കാണുകയാണ്, ഒലിവ് കൊമ്പുകളെ കാണുകയാണ്. അല്ലെങ്കിൽ ഭൂമിയിൽ അല്ലെങ്കിൽ പുതിയൊരു തുടക്കത്തിന് വേണ്ടി നോഹയുടെ പെട്ടകത്തിൽ നാം കാണുന്നത്, ആദ്യമായി ഭൂമിയിൽ നിന്ന് ലഭിക്കുന്നത്, പുതിയ തുടക്കത്തിൽ വെള്ളം നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുമ്പം ആ പ്രാവിനെ അയക്കുമ്പോൾ ആദ്യം ഈ പ്രാവ് ഭൂമിയിൽ നിന്ന് കൊണ്ടുവരുന്ന ആദ്യത്തെ ഇലയെന്ന് പറഞ്ഞത് ഒലിവിലയായിരുന്നു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഒലിവ് മരത്തിൽ നിന്ന് ഒലിവിലയായിരുന്നു താൻ കൊണ്ടുവന്നത്. അപ്പോൾ ഒലിവില കൊണ്ടുവന്ന് തൻ്റെ കൈകളിൽ കൊടുപ്പാനിടയായി തീർന്നു. പ്രൈസ് ഗോഡ്. ആദ്യമായി ഭൂമിയിൽ നിന്ന് ലഭിച്ചത് അതായിരുന്നുവെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അല്ലെങ്കിൽ യേശു സ്നാനപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ പ്രൈസ് ഗോഡ് അവൻ്റെ മേൽ വന്നു എന്ന് നമ്മൾ വായിക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ വന്നു. ഇവിടെയും ഹല്ലേലൂയ, ഇവിടെ പ്രാവിനെ അയച്ചപ്പോൾ തനിക്ക് ലഭിച്ചത് ഒരു ഒലിവ് ഇലയായിരുന്നു. പ്രൈസ് ഗോഡ്. അവിടെ അത് ആ വാക്യം ഇങ്ങനെ, അതാ ഒരു ഒലിവില എന്നാണ് പറയുന്നത്. അതാ ഒരു ഒലിവില, പ്രാവിൻ്റെ വായിൽ ഒരു ഒലിവില. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ എണ്ണ നമ്മിലേക്കൊന്ന് ഒഴുകപ്പെട്ടാൽ അവിടെ സംഭവിക്കുന്നത് പർവ്വത സമാനമായ വിഷയങ്ങൾ, അല്ല ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ ചലിച്ചാൽ പർവ്വത സമാനമായ വിഷയങ്ങൾ, അല്ലെങ്കിൽ ദൈവം അതിനെ സമഭൂമിയാക്കി തീർക്കും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. എത്ര പർവ്വത സമാനമായ വിഷയങ്ങളാണെങ്കിലും ദൈവം അതിനെ സമഭൂമിയാക്കി തീർക്കും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. യേശു കർത്താവ് തൻ്റെ ആത്മശക്തിയോടുകൂടെ തൻ്റെ ശുശ്രൂഷകൾ ചെയ്യുമ്പം, അല്ലെങ്കിൽ യേശു കർത്താവിനെ കുറിച്ച് യോഹന്നാൻ സ്നാപകൻ ഇങ്ങനെ പറയുവാനിടയായി തീർന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം കഴിപ്പിക്കുമെന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നവൻ്റെ പ്രത്യേകത താൻ അവിടെ തന്നെ പറയുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ താൻ പറയുന്നുണ്ട്, തൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് യേശു ക്രിസ്തുവിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഹല്ലേലൂയ. അതിൻ്റെ ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. എല്ലാ മലയും കുന്നും താഴും. പ്രൈസ് ഗോഡ്. എല്ലാ താഴ്വരയും നികന്നു വരും, വളഞ്ഞതും ചൊവ്വായും ദുർഘടമായത് നിരന്നും വഴിയായും വരും, സകല ജഡവും ദൈവത്തിൻ്റെ രക്ഷയെ കാണും. അപ്പോൾ എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ ലൂക്കോസ് 3:4-5 പ്രൈസ് ഗോഡ്. മരുഭൂമിയിൽ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയണം, പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടെ യേശു കർത്താവ് പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കുവാൻ കഴിയുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ താൻ പറയുകയാണ്, എല്ലാ മലയും കുന്നും താഴും. പ്രൈസ് ഗോഡ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്, യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ താഴ്വരകൾ നികന്നു വരും, എല്ലാ മലയും കുന്നും പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ചൊവ്വായും കുന്നും താഴും, വളഞ്ഞതും ചൊവ്വായും ദുർഘടമായത് നിരന്ന് വഴിയായും തീരും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടെ യേശു കർത്താവ് വരുമ്പോൾ പറയുകയാണ്, പർവ്വത സമാനമായ വിഷയങ്ങൾ, മല പോലുള്ള വിഷയങ്ങളെ ദൈവം അതിനെ നിർവീര്യമാക്കി കളയും, ദൈവം അതിനെ സമതലമാക്കി കളയും
പറയുമെന്ന് ഹല്ലേലൂയ യെശയ്യാ പ്രവാചകൻ മുഖാന്തരം ഹല്ലേലൂയ അരുളി ചെയ്തതിനെ ഹല്ലേലൂയ ഇവിടെ യോഹന്നാൻ സ്നാപകൻ വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഇത് യോഹന്നാൻ സ്നാപകൻ പറയുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിൽ നിന്നാണ് ഈ വാക്യം താൻ എടുത്തു പറയുന്നത്. യോഹന്നാൻ സ്നാപകൻ എന്തെങ്കിലും എവിടെ നിന്നെങ്കിലും ഒന്നും പറയുമല്ലായിരുന്നു. താൻ വചന അടിസ്ഥാനത്തിൽ യെശയ്യാ പ്രവാചകന്റെ പ്രവചനത്തിൽ നിന്ന് ആണ് താൻ അത് വെളിപ്പെടുത്തുവാനിടയായി തീർന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 4-ാം വാക്യമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമുക്കറിയാം അതിന് 66 പുസ്തകങ്ങളുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഇതൊരു ചെറിയ വേദപുസ്തകം പോലെയാണ് അല്ലെങ്കിൽ പറയപ്പെടുന്നത്. അതായത് 66 പുസ്തകങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിലുള്ളതുപോലെ തന്നെ ഇവിടെയും യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 66 പുസ്തകങ്ങളുണ്ട്. അതിൽ 39 പഴയ നിയമവും 27 പുതിയ നിയമം എന്നതുപോലെ ഇവിടെ 39 അധ്യായത്തിന് ശേഷമാണ് 40-ാം അധ്യായം വരുന്നത്. അത് പുതിയ നിയമത്തിൻ്റെ തുടക്കം എന്നതുപോലെ തോന്നത്തക്കമാറ് അല്ലെ 40-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 3-ാം വാക്യത്തിൽ തന്നെ യോഹന്നാൻ സ്നാപകനെ അവിടെ വെളിപ്പെടുത്തുകയാണ്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം. പുതിയ നിയമത്തിലും ആദ്യമേ യോഹന്നാൻ സ്നാപകനാണ് വരുന്നത്. അതിനുശേഷമാണ് 4-ാം വാക്യത്തിലാണ് ഹല്ലേലൂയ. അതൊന്ന് വായിക്കാമോ? 4-ാം വാക്യം. ആമേൻ. അവിടെ യെശയ്യാ പ്രവാചകൻ വർഷങ്ങൾക്ക് മുമ്പ് കാലങ്ങൾക്ക് മുമ്പ് പ്രവചിച്ച് പറഞ്ഞു യേശുക്രിസ്തുവിൻ്റെ വരവിലൂടെ എല്ലാ കുന്നും മലയും അല്ലെങ്കിൽ നികന്നു വരുമെന്ന് പറയുവാനിടയായി തീർന്നു. ആ 40-ാം അധ്യായത്തിൽ താനത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പം അല്ലെങ്കിൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചത് പ്രൈസ് ഗോഡ്. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അപ്പോൾ ആ അധ്യായം അവസാനിപ്പിക്കുമ്പോൾ ഒരു പുതിയ നിയമത്തിൻ്റെ തുടക്കമെന്ന് തോന്നുമാറുള്ള ആ അധ്യായം അവസാനിക്കുമ്പോൾ 2-3 കാര്യങ്ങൾ താൻ പറഞ്ഞു വെച്ചു. ഒന്ന്, യോഹന്നാൻ സ്നാപകന്റെ വരവ്. പ്രൈസ് ഗോഡ്. 2, യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറവിനാൽ വരുന്ന യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ നെകരുന്ന കുന്നുകളും മലകളെക്കുറിച്ചും താൻ പറഞ്ഞു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അതിനുശേഷം താൻ പറയണേ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അല്ലെങ്കിൽ ദൈവാത്മാവിൻ്റെ ശക്തി വരുമ്പോൾ അവസ്ഥകൾക്ക് അല്ലെങ്കിൽ ഒരു പുതിയ നിയമം എന്നതുപോലെ ഒരു വ്യത്യാസം, ഒരു മാറ്റം അവിടെ വരികയാണെന്ന് താൻ പരിചയപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നു. പ്രൈസ് ഗോഡ്. എവിടെയാണോ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വരുന്നത് അവിടെ ദൈവം വൻ കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയായി തീരും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെ വായിക്കുകയാണ് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. കൃപ എന്ന ആർപ്പോടെ ആണിക്കല്ല് കയറ്റും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് കൃപ എന്ന ആർപ്പോടെ ആണിക്കല്ല് കയറ്റാനാണ്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ആർപ്പ് എവിടെ ഉണ്ടാവുമോ അവിടെ വിടുതലുകളുണ്ട്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അവിടെ ഹല്ലേലൂയ കോട്ടകളെല്ലാം തകരപ്പെടുവാൻ ഇടയായി തീരും. നമ്മൾ ആ ആരാധനകളിലൊക്കെ വന്ന് അല്ലെങ്കിൽ ഞായറാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും ആദ്യമേ വന്ന് ആരാധിക്കുമ്പം അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ ആരാധിക്കുകയല്ല, ആത്മാവിലുള്ള ആരാധന ഉയരുമ്പം തകരപ്പെടുന്ന കോട്ടകളുണ്ട്. ശത്രു ഉയർത്തിയിരിക്കുന്ന എരിഹോ കോട്ടകളുണ്ട്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. യോശുവ പറഞ്ഞു ഹല്ലേലൂയ നിങ്ങൾ ആർപ്പിടുവിൻ, ഈ കോട്ട തകരും. അവരെ മുൻപോട്ട് കടത്തിവിടാതെ അല്ലെങ്കിൽ അനുഗ്രഹത്തിലേക്ക് കടത്തിവിടാതെ അവർക്ക് തടസ്സമായി നിന്നൊരു എരിഹോ കോട്ടയുണ്ടായിരുന്നു. പക്ഷേ ഹല്ലേലൂയ യോശുവ പറഞ്ഞു നിങ്ങൾ ആർപ്പിടുക, അതിന് മുമ്പിൽ ഹല്ലേലൂയ എരിഹോ കോട്ടകൾ തകരും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. കൃപ എന്ന ആർപ്പോടെ ആണിക്കല്ല് കയറ്റുവാനായിട്ട് ഇടയായി തീർന്നു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഹല്ലേലൂയ. കല്ല് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഇവിടെ ആണിക്കല്ല് കയറ്റുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്ന കല്ല് ഹല്ലേലൂയ നമുക്കറിയാം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. യേശു കർത്താവാണ് മൂലക്കല്ലായവൻ. യേശു കർത്താവാണ്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അല്ലെങ്കിൽ മൂലക്കല്ലായിരിക്കുന്ന യേശു കർത്താവിനെ പരിചയപ്പെടുത്തുവാൻ അല്ലെങ്കിൽ പത്രോസിന് അല്ലെങ്കിൽ എങ്ങനെ പറ്റി എന്നാണ് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ പലരെയും യേശു കർത്താവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് അല്ലെങ്കിൽ പ്രമാണികളുടെയും ശാസ്ത്രിമാരുടെയും മൂപ്പന്മാരുടെയും അല്ലെങ്കിൽ കയ്യഫാവിൻ്റെയും പ്രൈസ് ഗോഡ് യോഹന്നാൻ്റെ അലക്സാണ്ടറിൻ്റെ മുമ്പിലൊക്കെ നിന്നുകൊണ്ട് താൻ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്ന ഇവൻ തന്നെ പ്രൈസ് ഗോഡ് രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിയുടെ ഇടയിൽ മറ്റൊരു നാമമില്ലെന്ന് ഹല്ലേലൂയ പത്രോസ് വിളിച്ചു പറയുമ്പം ഹല്ലേലൂയ അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിൽ പത്രോസ് നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം ഉയർപ്പിച്ചവനുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവന് സൗഖ്യം വന്നുവെന്ന് അല്ലെങ്കിൽ ഇത്രയും പേരുടെ മുമ്പിൽ നിന്ന് താൻ അല്ലെങ്കിൽ ശക്തിയോടെ എഴുന്നേറ്റ് വിളിച്ചു പറയുമ്പം അല്ലെങ്കിൽ ഈ ധൈര്യം എവിടെ നിന്ന് തനിക്ക് കിട്ടിയെന്ന് ചോദിച്ചാൽ ഈ മൂലക്കല്ല ഇവനെ ഉയർത്തുവാൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഇത്രയും പേരുടെ മുമ്പിൽ ഭയമില്ലാതെ ഉയർത്തുവാൻ എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ ഒരു വാക്കും കൂടെ ആ 4-ാം അധ്യായത്തിൽ എഴുതി വെച്ചു. പ്രൈസ് ഗോഡ്. ആ തുടക്കത്തിൽ ആ വാക്യം ഇതായിരുന്നു
അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പത്രോസ് വിളിച്ചു പറഞ്ഞത്. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പത്രോസിൽ വന്നപ്പം അല്ലെങ്കിൽ മുമ്പിൽ നിന്ന് ശാസ്ത്രിമാരോ മൂപ്പന്മാരോ അല്ലെങ്കിൽ യോഹന്നാനോ അലക്സാണ്ടറോ ഒന്നും തനിക്കൊരു വിഷയമായില്ല. തന്നെ ഒരുപക്ഷെ കൊന്നേക്കാം, അല്ലെങ്കിൽ തൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ മരണത്തെ തൻ്റെ ജയിലറുകൾ തനിക്ക് വന്നേക്കാം. പക്ഷെ ഇതൊന്നും തനിക്ക് വിഷയമല്ലായിരുന്നു. മൂലക്കല്ലായ യേശുക്രിസ്തുവിനെ ഉയർത്തുവാൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് തന്നിൽ വന്നപ്പോൾ താൻ ശക്തിയോടെ അല്ലെങ്കിൽ യേശു കർത്താവിനെ ഉയർത്തുവാനായിട്ട് അല്ലെങ്കിൽ ഇടയായി തീർന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കാണുന്നുണ്ട് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ഹല്ലേലൂയ, അല്ലെങ്കിൽ താമ്രവും അല്ലെങ്കിൽ പൊന്നും കൊണ്ട് നിറഞ്ഞ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇരുമ്പും അല്ലെങ്കിൽ കളിമണ്ണും കൊണ്ട് നിറഞ്ഞ ഒരു ബിംബം ഉണ്ടായിരുന്നു. പക്ഷേ കൈതൊടാത്തൊരു കല്ല് വന്ന് അല്ലെങ്കിൽ അതിനെ അടിച്ചപ്പോൾ അല്ലെങ്കിൽ അതെല്ലാം തകർന്നു പോയി. ഈ ചെറിയ കല്ല് അല്ലെങ്കിൽ കൈതൊടാതെ വന്ന കല്ല് ഒരു മഹാപർവ്വതമായി തീർന്നു. അല്ലെങ്കിൽ മറ്റുള്ള രാജ്യത്വങ്ങളെല്ലാം നശിക്കുമ്പം, മറ്റുള്ള അല്ലെങ്കിൽ പർവ്വത സമാനമായതെല്ലാം നശിച്ചു പോകുമ്പം അല്ലെങ്കിൽ ഒരു കല്ല് കൈതൊടാത്തൊരു കല്ല് ഒരു മഹാപർവ്വതമായി തീർന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അത് നമ്മുടെ കർത്താവായ യേശു കർത്താവാണ്. ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ അഭയം ചൊല്ലുന്നെങ്കിൽ അല്ലെങ്കിൽ ആ കർത്താവ് മഹാപർവ്വതമായി തീരുന്ന അവസ്ഥ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അല്ലെങ്കിൽ ചെറിയൊരു കല്ല് ഉരുട്ടി വെച്ച് അല്ലെങ്കിൽ കല്ലറകൾ അടച്ചു വെക്കുമ്പം ഹല്ലേലൂയ നമ്മൾ തിരിച്ചറിയേണ്ടത് ആ കല്ലിനെയല്ല നാം കാണേണ്ടത്. ആ കല്ല് ഉരുട്ടി വെച്ചത് നമുക്കൊരു തടസ്സമായി നിന്നേക്കാം. പക്ഷേ അകത്ത് കിടക്കുന്നവൻ യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവാണ്. ഇസ്രായേൽ അനുഗമിച്ച പാറയായ ക്രിസ്തുവാണ് അകത്ത് കിടക്കുന്നത്. അകത്ത് കിടക്കുന്ന ക്രിസ്തു യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവാണ് കണ്ടാൽ പുറത്തുള്ള കല്ല് നമുക്കൊരു വിഷയമല്ല. ആ കല്ല് നമുക്കൊരു വിഷയമല്ല. അല്ലെങ്കിൽ ക്രിസ്തുവിനെ നാം തിരിച്ചറിയുമ്പം, ഇസ്രായേൽ അനുഗമിച്ച പാറയെ നാം തിരിച്ചറിയുമ്പം അല്ലെങ്കിൽ അതിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ഈ ചെറിയ കല്ലുകളൊന്നും ഒരു വിഷയമേ അല്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു ആണിക്കല്ല് കയറ്റി എന്നാണ് വായിക്കുന്നത്. മൂലക്കല്ല് ആണിക്കല്ലും തമ്മിൽ വ്യത്യാസമുണ്ട് നമുക്കറിയാം. മൂലക്കല്ല് ആദ്യമേ ഉപയോഗിക്കുന്ന കല്ലാണ് മൂലക്കല്ല്. ആദ്യം അടിസ്ഥാനപ്പെടുന്ന കല്ലാണ് മൂലക്കല്ല്. പ്രൈസ് ഗോഡ്, ആദ്യമേ ഉപയോഗിക്കുന്ന കല്ലാണ്. പക്ഷേ ആണിക്കല്ല് എന്ന് പറയുന്നത് അവസാനം ഉപയോഗിക്കുന്ന കല്ലാണ്, ലാസ്റ്റ് ഉപയോഗിക്കുന്ന കല്ലാണ്. അതായത് അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷനൊക്കെ കഴിഞ്ഞ് ഭവനം പണിത് മേളിൽ അവസാനമായിട്ട് അതിനെ യോജിപ്പിച്ച് അതിനെ പിടിച്ചു നിർത്തുന്ന കല്ലാണ് ആണിക്കല്ല് എന്ന് പറയുന്നത്. അപ്പം ദൈവം പറയുകയാണ്, അല്ലെങ്കിൽ സെരുബ്ബാബേലേ, നീ ഇതിന് തുടക്കമിട്ടു, നീ ഇതിന് അവസാനം കുറിക്കും. പ്രൈസ് ഗോഡ്, അല്ലെങ്കിൽ എൻ്റെ പദ്ധതികൾ നിന്നോട് നിവർത്തീകരിക്കും. നീ ഇതിന് ആണിക്കല്ല് കയറ്റും. ഇതിനൊരു തുടക്കം മാത്രമല്ല, ഇതിൻ്റെ ഒരു അവസാനം നിന്നിലൂടെ തന്നെ നിന്നെ ഞാൻ ചെയ്തെടുക്കുമെന്ന് ദൈവം പറയുകയാണ്. നീ ഇതിന് ആണിക്കല്ല് കയറ്റും. ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു ചില പദ്ധതികളുണ്ട്. ദൈവത്തിന് നമ്മെക്കുറിച്ച് ചിലതൊക്കെ ചെയ്യാനുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പലപ്പോഴും നാം നിരാശരായി പോകാറുണ്ട്. പക്ഷെ ദൈവം പറയുകയാണ്, ഞാൻ നീ ഇതിന് ആണിക്കല്ല് കയറ്റും, നീ ഇതിന് അവസാനം കുറിക്കുമെന്ന് അല്ലെങ്കിൽ ദൈവം അവിടെ പറയുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അല്ലെങ്കിൽ വേഗത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പറഞ്ഞ് വേഗത്തിൽ ഞാൻ ഇരിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സെഖര്യാവിൻ്റെ പുസ്തകത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ കാണുന്നുണ്ട്, മനസ്സുകൊണ്ട് ഞാൻ പറഞ്ഞു പോകാം. അവരുടെ മനസ്സിനെ ഉണർത്തി പുരോഹിതനായ യോശുവയുടെയും അല്ലെങ്കിൽ അതുപോലെ തന്നെ അല്ലെങ്കിൽ സെരുബ്ബാബേലിൻ്റെയും ജനത്തിൻ്റെ മനസ്സിനെ ഉണർത്തി. ആദ്യമേ തുടക്കത്തിൽ അങ്ങനെയാണ്, മനസ്സിനെ ഉണർത്തി എന്ന് വായിക്കുന്നു. അതുപോലെ തന്നെ സെഖര്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിലുണ്ട് എന്നാണ് ദൈവം പറയുന്നത്. എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിലുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അത് നമ്മൾ വിശ്വസിക്കുവാൻ തയ്യാറാകുമ്പം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പം ദൈവത്തിന് വൻ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അല്ലെങ്കിൽ ഈ സെരുബ്ബാബേൽ ഒരിക്കലും ചിന്തിച്ചില്ല, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, താൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതികൾ ഇത്ര വലുതായിരിക്കുമെന്ന് താൻ ഒരിക്കലും ചിന്തിച്ചില്ല. കാരണം ഹല്ലേലൂയ, സെരുബ്ബാബേൽ അല്ലെങ്കിൽ പഴയ നിയമത്തിൽ അല്ലെങ്കിൽ തന്നെ അല്ലെങ്കിൽ മായ്ച്ചു കളയാൻ കഴിയുന്നൊരു വ്യക്തിയല്ലായിരുന്നു. കാരണം പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പം അല്ല 1-ാം അധ്യായത്തിൽ തന്നെ തൻ്റെ പേരുണ്ട്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ തന്നെ സെരുബ്ബാബേലിൻ്റെ പേര് വന്നു. യേശുക്രിസ്തുവിൻ്റെ വംശപാരമ്പര്യത്തിൽ തൻ്റെ പേരുണ്ടായിരുന്നു. ഒരു ചരിത്രത്തിന് പോലും തന്നെ മായ്ച്ചു കളയുവാൻ ഇടവന്നില്ല. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി, ദൈവാത്മാവിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്തപ്പം അല്ലെങ്കിൽ താൻ പോലും ചിന്തിച്ചില്ല തൻ്റെ പാരമ്പര്യത്തിലാണ് യേശു ജനിക്കാൻ പോകുന്നതെന്ന്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ ചലിക്കുന്നതെങ്കിൽ, ദൈവാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ ദൈവത്തിന് വൻ കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. ഒറ്റ വാക്യം കൂടെ വായിച്ചിരിപ്പാം. അല്ലെങ്കിൽ സങ്കീർത്തനം 97:5 ഒന്ന് വേഗത്തിൽ വായിച്ചിരിപ്പാം. 97:5 സങ്കീർത്തനം 97:5.
ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. യഹോവയുടെ സന്നിധിയിൽ, ഹല്ലേലൂയ, സർവ്വഭൂമിയുടെയും കർത്താവിന്റെ സന്നിധിയിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പർവ്വത സമാനമായ എത്ര വലിയ വിഷയങ്ങളുണ്ടെങ്കിലും, പ്രൈസ് ഗോഡ്, സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അത് ദൈവത്തിന്റെ സന്നിധിയിൽ മെഴുകുപോലെ ഉള്ളൂ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ എത്ര, ഹല്ലേലൂയ, പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും കർത്താവിന് അതൊരു മെഴുകു പോലെ ഉള്ളൂ. ദൈവമക്കളെ, പ്രൈസ് ഗോഡ്, നമ്മളൊന്ന് ഇമാജിൻ ചെയ്താൽ, അല്ലെങ്കിൽ ഒരു പർവ്വതം നമ്മുടെ ഒരു വശത്ത് ഇമാജിൻ ചെയ്താൽ, വലിയൊരു പർവ്വതം, നമ്മുടെ വിഷയങ്ങളെല്ലാം അതൊരു പർവ്വതമാക്കി നാം ചിന്തിച്ചോ. മറുവശത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ അതൊരു മെഴുകുതിരി പോലെ ഉള്ളൂ. പ്രൈസ് ഗോഡ്. കർത്താവിന്റെ സന്നിധിയിലേക്ക് നാം കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ദൈവം അതിനെ ഒരു മെഴുകുപോലെ ഉരുക്കി കളയുവാൻ ഇടയായി തീരും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവിടെ സങ്കീർത്തനത്തിന് തലക്കെട്ടില്ലെങ്കിലും, അല്ലെങ്കിൽ ദാവീദ് എഴുതിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദാവീദ് അതൊരു പാട്ടെഴുതുമ്പം അത് ഇരിക്കട്ടെ, അല്ലെങ്കിൽ ആ വാക്കുകൾ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് എഴുതിയതല്ല. തൻ്റെ അനുഭവത്തിൽ നിന്ന് തനിക്ക് മനസ്സിലായി, താൻ അനുഭവിച്ച പർവ്വത സമാനമായ വിഷയങ്ങളുടെ മുമ്പിൽ, തനിക്കെതിരെ നിന്ന ശൗലിന്റെ മുമ്പിൽ, തനിക്കെതിരെ ശൗലിന്റെ കുന്തങ്ങൾ വന്നപ്പം ദൈവം തന്നെ വിടുവിച്ചതോർത്തപ്പം, സിംഹത്തിന്റെയും കരടിയുടെയും മുമ്പിൽ ദൈവം തന്നെ വിടുവിച്ചതോർത്തപ്പം, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഗോലിയാത്തിന്റെ മുമ്പിൽ ദൈവം തന്നെ വിടുവിച്ചതോർത്തപ്പോൾ, പർവ്വത സമാനമായ സകല വിഷയത്തിന്റെ മുമ്പിലും, കാടുകളിലും മേടുകളിലും കൊട്ടാരങ്ങളിലും താൻ അനുഭവിച്ച പ്രതിസന്ധികളുടെ നടുവിൽ, താനൊന്ന് തിരിച്ചറിഞ്ഞു, എൻ്റെ പർവ്വത സമാനമായ വിഷയങ്ങൾ ദൈവത്തിന് മെഴുകുപോലെ ഉള്ളവെന്ന് താൻ തിരിച്ചറിയുവാനിടയായി തീർന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പർവ്വത സമാനമായ വിഷയങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ മെഴുകുപോലെയുള്ളൂ. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ഗോഡ്. ഒരു വാക്ക് പ്രാർത്ഥിച്ചിരിക്കുക. കർത്താവേ, ഹല്ലേലൂയ, നല്ല സമയത്തിനായി സ്തോത്രം. ശെരൂബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ സമഭൂമിയായി തീർന്നിടും. അല്ലെങ്കിൽ സൈന്യത്താലല്ല, ശക്തിയാലല്ല, യഹോവയുടെ ആത്മാവിനാൽ തന്നെ കൃപ എന്നാർപ്പോടെ ഞാൻ നീ ആണിക്കല്ല് കയറ്റുമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പണിയൽ നടക്കുവാൻ അങ്ങ് ഇടവരുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അങ്ങയുടെ പദ്ധതികളൊന്നും ഒട്ടൊഴിഞ്ഞു പോകാതെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ പണി ഞങ്ങളിലൂടെ ചെയ്തെടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളെ ഞെരുക്കുന്ന ശക്തികളുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ, ഹല്ലേലൂയ, അമോര്യർ, ഹല്ലേലൂയ, ദാൻ മക്കളെ മലനാട്ടിലേക്ക് തിക്കിത്തള്ളി കയറ്റി, അല്ലെങ്കിൽ മലനാട്ടിലേക്ക് തിക്കിത്തള്ളി കയറ്റി, അവരെ താഴ്വരയിൽ വസിക്കരുതെന്ന് പറഞ്ഞ് അവരെ തള്ളിക്കയറ്റി, അല്ലെങ്കിൽ മലനാട്ടിലേക്ക്, പർവ്വതത്തിലേക്ക്, മലയിലേക്ക് തിക്കി തള്ളി കയറ്റിയ അമോരിയ ശക്തികൾ, ശത്രു ശക്തികൾ. പക്ഷേ അല്ലെങ്കിൽ ഞങ്ങൾ വായിക്കുന്നു, യോസേഫിന്റെ ഗ്രഹത്തിന് ബലം കൂടി വന്നപ്പോൾ അവരവരെ ഊഴിവേലക്കാരാക്കി തീർത്തു. ഞങ്ങളുടെ സാഹചര്യങ്ങൾക്കും ഞങ്ങളുടെ അവസ്ഥകൾക്കും മാറ്റം വരുത്തുവാൻ കഴിയുന്നത് യോസേഫിന്റെ ബലം വർദ്ധിച്ചതുപോലെ ഞങ്ങളുടെ മേലുള്ള ദൈവത്തിന്റെ ശക്തി വർദ്ധിക്കുമ്പോഴാണ്, ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളുടെ ഇടയിൽ വസിക്കുമ്പോഴാണ്, ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങൾക്ക് വേണ്ടി ചലിക്കുമ്പോഴാണ്, ഹല്ലേലൂയ, അവിടെ ഹല്ലേലൂയ പണിയപ്പെടാതെ 16 വർഷമായി മുടങ്ങിക്കിടന്ന അവസ്ഥകൾക്കിടമേൽ ദൈവത്തിന്റെ ആത്മാവ് ചലിച്ച് അതിന്റെ മേൽ ഒരു ആണിക്കല്ല് കയറ്റിയതുപോലെ ദൈവത്തിന്റെ പദ്ധതികൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടെ യേശുക്രിസ്തുവിന്റെ വരവെങ്കിൽ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞതുപോലെ അവന്റെ മുമ്പിൽ എല്ലാ താഴ്വരയും നികരും, എല്ലാ കുന്നുകളും കർത്താവേ നികന്നു വരുമല്ലോ. കർത്താവേ, ആ പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ ഞങ്ങളെ നിറയ്ക്കണം, ദൈവാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണം കർത്താവേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.